വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജൂലൈയിലെ എക്സാമിനോട് വളരെ അടുത്തെത്തി അല്ലേ? CSIR ഫിസിക്സിൻ്റെ ജൂലൈയിലെ എക്സാമിനോട് നമ്മൾ വളരെ ക്ലോസ് ആണ്. അപ്പോൾ പല ആൾക്കാരും വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് 15 ദിവസം കൊണ്ട് ഇതാ ഇപ്പോൾ നമ്മൾ പോർഷൻ തീർത്തു തരാം, ഇപ്പോൾ നിങ്ങൾക്ക് 10 ദിവസത്തെ ക്ലാസ് കൊണ്ട് നമ്മുടെ CSIR ഫിസിക്സിൻ്റെ സർവ്വ കാര്യങ്ങളും തീർത്തു തരാം എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. യൂട്യൂബൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10 days ഷോർട്ട് കട്ട് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. നമ്മൾ വളരെ സത്യസന്ധമായി ഈ ഒരു കാര്യത്തെ ഒന്ന് അനലൈസ് ചെയ്യണേ. ഫാക്ട് ചെക്ക്. ഓക്കെ, സോ can you really complete CSIR net physics before July examination? So a reality check every aspirant needs. നമ്മൾ വളരെ സത്യസന്ധമായിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഇനി ജൂലൈയിലെ എക്സാം 16, 17, 18 ദിവസങ്ങളിൽ തീയതികളിൽ നടക്കുകയാണ്. അപ്പോൾ ആ ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ പോർഷൻസ് എല്ലാം പഠിച്ചു തീർക്കാൻ പറ്റുമോ? ഓക്കെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പഠിച്ചു തീർക്കാൻ പറ്റുമോ? ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ഉത്തരം ഉണ്ടാവും. പഠിച്ചു തീർക്കാൻ പറ്റുമോ? നോ നോ നോ, തീർക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഉത്തരം. മറ്റു പലരും പറയുന്നുണ്ട്. എനിക്കതിനെപ്പറ്റിയൊന്നും ഒരു ഐഡിയയുമില്ല. ഞാൻ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അത് ഞാൻ പറയും, ഒരിക്കലും നിങ്ങൾക്ക് ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ 15 ദിവസം കൊണ്ടോ ഒന്നും ഇത്രയും സിലബസ് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് പഠിച്ചു എന്ന് നിങ്ങളെ ബോധിപ്പിക്കാം. കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്നും കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിന്നും മറ്റ് പേപ്പറുകളിൽ നിന്നൊക്കെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ പോയി വിജയകരമായ പരീക്ഷ എഴുതുന്നതായിട്ട് നിങ്ങൾക്ക് ഭാവിക്കാം. ബട്ട് that won't yield you success. Okay, so the question everyone is asking, can I complete the entire CSIR syllabus before this July examination? No, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. So but that does not mean that you cannot improve your score significantly. ഒരു നോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് ഇനി പഠിച്ചു തീർക്കാൻ പറ്റില്ല എന്നേ അർത്ഥമുള്ളൂ. നിങ്ങൾക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സ്കോർ 15 ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഒരു 30 എത്തിക്കാൻ പറ്റും. കുറച്ച് കാര്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് പഠിച്ച് തീർത്തു, അപ്പോൾ സ്കോർ കുറച്ച് കൂടി, ആത്മവിശ്വാസം കുറച്ച് കൂടി, യു ഹാവ് ഗെയിൻ കോൺഫിഡൻസ്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡിസംബറിലെ പരീക്ഷയ്ക്ക് കുറച്ച് പഠിച്ചാൽ മതി. ഇനി മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിവിടെ കുറേ അധികം കാര്യങ്ങൾ പഠിച്ചു. ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു തീർത്തു. അപ്പോൾ പഠിച്ചു തീർത്തു, നിങ്ങൾ അതിൻ്റെ എക്സാമുകൾ എഴുതി, നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടുന്നുണ്ടോ? ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. ഇനി ഡിസംബറിലെ എക്സാമിന് ഈ ഭാഗം പ്രത്യേകിച്ച് ഇനി ഒന്നേന്ന് പഠിച്ചു തുടങ്ങേണ്ട കാര്യമില്ല. ദാറ്റ്സ് വാട്ട് ഐ മീൻ ഹിയർ. ഓക്കെ, സോ ലെറ്റ് us understand the size of the syllabus. So size of the syllabus നിങ്ങൾക്ക് കൃത്യമായി അറിയാം. മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, ഇലക്ട്രോണിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, അറ്റോമിക് ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, കണ്ടൻസ്ഡ് മാറ്റർ, ദെൻ എക്സ്പെരിമെൻ്റൽ ഫിസിക്സ്. ഇലക്ട്രോണിക്സ് ആൻഡ് എക്സ്പെരിമെൻ്റൽ ഫിസിക്സ് ഒരുമിച്ചാണ്. പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. അപ്പം ഇത്രയും പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത്രയും വലിയ സിലബസ് അല്ലേ? ഇത്ര പേപ്പറുകളെല്ലാം എന്നല്ല, മെയിൻ കോൺസെപ്റ്റുകളെല്ലാം കൂടെ കൂട്ടി വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ എക്സ്പെരിമെൻ്റൽ ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പാർട്ട് ബി, സിലബസിൻ്റെ പാർട്ട് ബിയിൽ വരുന്നതാണ്. ദെൻ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സെപ്പറേറ്റ് ആയിട്ട് പാർട്ട് ബിയിൽ വരുന്നതാണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ കൂട്ടുമെങ്കിലും. സോ 10 പേപ്പറുകൾ നിങ്ങൾക്ക് അവിടെ തന്നെ പഠിക്കാനുണ്ട്. പ്ലസ് പാർട്ട് ബിയിലെ ഈ അല്ലറ ചില്ലറ സാധനങ്ങൾ, എക്സ്പെരിമെൻ്റൽ, പ്രോബബിലിറ്റി, ഇതൊക്കെ കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10-12 പേപ്പറുകളോളം പഠിക്കാൻ വരും. സോ ഇത്രയും വലിയൊരു സിലബസ് 10 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാം എന്ന് പറയുന്നതിലെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഒന്ന് റാഷണലായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, സോ ഈച്ച് ഓഫ് ദീസ് സബ്ജക്ട്സ് contain multiple chapters, concepts, derivations and problem types. So the challenge is not just reading them, it's learning to apply them under exam conditions. അതാണ് ഞാൻ പറയുന്ന കാര്യം. സോ ഇത്രയും പേപ്പറുകൾ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത് ജസ്റ്റ് വായിച്ചിട്ട് പോയി പരീക്ഷ എഴുതാനാണെങ്കിൽ നമുക്ക് വെൽ ആൻഡ് ഗുഡ്. നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ നമ്മൾ ചെയ്തതാണ്. കാരണം ഇതിനകത്തുനിന്ന് കാണാതെ പഠിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ കാണാതെ പഠിച്ചും, ഡെറിവേഷൻസ് കുറേയൊക്കെ കാണാതെ പഠിച്ചും ഒക്കെ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പോയി പെർഫോം ചെയ്തതാണ് അല്ലേ? വലിയ A+കളൊക്കെ നമ്മൾ നേടിയതാണ് യൂണിവേഴ്സിറ്റി എക്സാമിന്.
പക്ഷേ അത് ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ ഇറ്റ് വോണ്ട് വർക്ക്. അവിടെ ഉപയോഗിച്ച സ്ട്രാറ്റജി ഇവിടെ വർക്കാവില്ല. ഓക്കെ, സോ CSIR എക്സാം കണ്ടീഷനിൽ ഇത്രയും കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. ഓക്കെ, സോ വാട്ട് മോസ്റ്റ് സ്റ്റുഡൻസ് ഡു, അവരെന്താണ് ചെയ്യുക? സോ ദേ ജസ്റ്റ് റാൻഡംലി ഡൗൺലോഡ് ദ നോട്ട്സ്, ദെൻ വാച്ച് റാൻഡം വീഡിയോസ്. യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോ കിട്ടാനുണ്ട്, കുറേ വീഡിയോ ഒക്കെ കാണും. ദെൻ സോൾവ് സം ഈസി ക്വസ്റ്റ്യൻസ്. യൂട്യൂബിലൊക്കെ ഇപ്പം ഒരു നമ്മൾ കോൺസെപ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, എന്തെങ്കിലും കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം. 1 ഡയമെൻഷണൽ ബോക്സ് അറിയത്തില്ല, E=n²π² ഉത്തരം കിട്ടിയിരിക്കുന്നു, നിങ്ങൾ ഇത് പഠിച്ചിരിക്കുന്നു അല്ലേ? ദേ വിൽ സോൾവ് സം ഈസി ക്വസ്റ്റ്യൻസ്. ദെൻ ഫേക്ക് കോൺഫിഡൻസ്. പിന്നെ മോക്ക് ടെസ്റ്റ് പിന്നെ പോയി എഴുതാൻ പോകും. എവിടെയെങ്കിലുമൊക്കെ പൈസ കൊടുത്ത് അല്ലേ, മോക്ക് ടെസ്റ്റുകൾ പൈസ കൊടുത്ത് നടത്തുന്ന പല സെൻറ്ററുകളും ഉണ്ട്. പൈസ കൊടുത്ത് എഴുതാൻ പോകും, അവിടെ അടപടലം പൊട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴാണ് അവർ മറ്റേ അലർജിക് ഷോക്ക് എന്നൊക്കെ പറയുന്ന പോലെ റിയാലിറ്റി ഷോക്ക് അവർക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ കോൺഫിഡൻസ് വ്യാജമായി ധരിക്കാതിരിക്കുക, വ്യാജ കോൺഫിഡൻസ് എടുത്ത് അണിയാതിരിക്കുക, കാര്യങ്ങളെ കാര്യമായിട്ട് തന്നെ സമീപിക്കുക. നിങ്ങളുടെ ബന്ധുക്കളോടോ ആൾക്കാരോടോ ഒക്കെ പറയും, ഇത് നടക്കുന്ന കാര്യമല്ല, 10 ദിവസം കൊണ്ടൊന്നും ഇതൊന്നും മറ്റേ പൂ പറിക്കുന്ന ലാഘവത്തോടെ ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. പല ഒരു UGC നെറ്റ് എഴുതുന്ന ഒരാളുടെ രോദനമാണ്. അവരുടെ പല ബന്ധുക്കളും UGC നെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായുള്ള കാര്യമല്ലേ, എൻ്റെ അപ്പൂപ്പനൊക്കെ വരെ എഴുതിയല്ലോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? കുട്ടി പറയുന്നത് അവരെയൊക്കെ ഭിത്തിയിൽ ഉരയ്ക്കാൻ തോന്നുന്നു എന്നാണ് പെൺകുട്ടി പറയുന്നത്. അപ്പം നമുക്കിതിൻ്റെ കാര്യം നമുക്കറിയാം. ഇതൊന്നും വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമേ അല്ല. സിമ്പിളായിട്ടുള്ളൊരു എക്സാം അല്ലാതിരിക്കെ തന്നെ നമുക്ക് 10 ദിവസം കൊണ്ട് ഇതൊന്നും പഠിച്ചു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. സോ ഇറ്റ് ടേക്സ് ടൈം. ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നവന് മാത്രമേ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഓക്കെ, അല്ലാതെ മറ്റേ എന്താണ്, ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഉപമയാണ്, കോഴി മുട്ടയിടാൻ കയറുന്നത് പോലെ കയറുന്നു, മുട്ടയിടുന്നു, തിരിച്ചു വരുന്നു. ആ ഒരു പരിപാടി നമുക്ക് നടക്കില്ല. റിസൾട്ട് ഇത്രയും പെട്ടെന്ന് കയറുന്നു, റിസൾട്ട് ആവുന്നു, തിരിച്ചു വരുന്നു, ഈ ഒരു പരിപാടി നടക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് നീഡ്സ് ടൈം, റിക്വയർസ് ഹാർഡ് വർക്ക് ആൻഡ് റിക്വയർസ് യുവർ ടോട്ടൽ ഡെഡിക്കേഷൻ. എങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. ക്ലിയർ? സോ ദിസ് ഈസ് വാട്ട് മോസ്റ്റ് സ്റ്റുഡൻസ് ഡു. ആൻഡ് ഇൻഫർമേഷൻ ഈസ് നോട്ട് ഈക്വൽ ടു പ്രിപ്പറേഷൻ. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം, എല്ലാ ഫോർമുലയും അറിയാം, എല്ലാ കാര്യങ്ങളെ പറ്റി എല്ലാത്തിനും ധാരണയുണ്ട്. ദാറ്റ് ഈസ് നോട്ട് പ്രിപ്പറേഷൻ. എക്സാം പ്രിപ്പറേഷൻ അല്ല. ആ വ്യത്യാസം മനസ്സിലാക്കുക. ഓക്കെ, സോ വൈ ഇറ്റ് ആക്ച്വലി ടേക്സ് ടൈം, ഓർ വാട്ട് ആക്ച്വലി ടേക്സ് ടൈം? സോ വി ഹാവ് 5 pillars. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ടേക്സ് ടൈം എന്ന് ഞാൻ പറഞ്ഞു. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. ഒന്നാമത്തെ കാര്യം കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതാണ് വേണ്ടത്. 2, ലേണിംഗ് മാത്തമാറ്റിക്സ്. കോൺസെപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മാത്തമാറ്റിക്കൽ എബിലിറ്റിയും കൂടി നമുക്ക് വേണം. ഇപ്പം ഡെൽ ഓപ്പറേറ്റേഴ്സ് ഇട്ട് കളിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ മാസ്റ്ററി അതുണ്ടെങ്കിലേ നമുക്ക് ഏത് പേപ്പറിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റൂ. മാത്തമാറ്റിക്സ് ഒക്കെ രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ അടവെച്ച് വിരിയിക്കുന്നത് പോലെ വിരിയുന്ന സാധനമല്ല. നമ്മൾ കഷ്ടപ്പെട്ട് യു ഹാവ് ടു ടേക്ക് പെയിൻ, കഷ്ടപ്പെട്ട് പഠിച്ചെങ്കിൽ മാത്രമേ മാത്തമാറ്റിക്സ് ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റൂ, അല്ലേ? ദാറ്റ് ഇസ് എ സെക്കൻഡ് പില്ലർ. ആൻഡ് തേർഡ് പില്ലർ, സോൾവിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാതെ നിങ്ങൾക്ക് CSIR എക്സാമിനേഷൻ പാറ്റേൺ അനലൈസ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഫോർത്ത് വൺ, ഐഡൻറ്റിഫൈങ് മിസ്റ്റേക്സ്. എക്സാമുകൾ എഴുതി ഏതൊക്കെ ഭാഗത്താണ് എപ്പോഴൊക്കെയാണ് നമ്മൾ തട്ടി വീഴുന്നത് എന്ന് അനലൈസ് ചെയ്യണം. എക്സാം എഴുതി തള്ളിക്കളഞ്ഞു, എക്സാം എഴുതി പോയി, ഇറ്റ് വോണ്ട് വർക്ക്. ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ എന്തുകൊണ്ട് എനിക്ക് മാർക്ക് കൂടുതൽ കിട്ടി, എന്തുകൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും എനിക്ക് എക്സാം കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാനുള്ള കാരണമെന്ത്, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യാതെ ഒരു രക്ഷയുമില്ല. ഓക്കെ, ദാറ്റ് ഇസ് എ ഫോർത്ത് വൺ. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ദ റിവിഷൻ. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആഫ്റ്റർ ഡെവലപ്പിംഗ് കോൺസെപ്റ്റ്, the most important is the fifth one.
സോ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഇടയിൽ ബാക്കി 3 കാര്യങ്ങൾ സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ്. ഐ ഡോണ്ട് മീൻ ദാറ്റ് other 3 are unimportant. All 5 are important. These 5 pillars require time. അല്ലേ? ഇപ്പം മെട്രോ പണിയുന്നു, അല്ലെങ്കിൽ നമ്മുടെ NH-66 പണിയുന്നു. NH ഒക്കെ പണിയുന്ന സമയത്ത് നമുക്കറിയാം പല സ്ഥലങ്ങളിലും പൊളിഞ്ഞു വീഴുന്നുണ്ട്. അതൊക്കെ നിമിഷ നേരം കൊണ്ട് പണി തീർത്ത കാര്യങ്ങളാണ്. സോ ഒരു പില്ലർ പണിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയമെടുക്കും. അത് പണിതേ ഒക്കൂ. ബേസ് ഇട്ട് കമ്പി വെച്ച് ബാക്കി വാർത്ത് നനച്ച് അതിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്തിട്ട് മാത്രമേ മുകളിൽ നമുക്ക് ലോഡ് കയറ്റാൻ പറ്റൂ. അല്ലെങ്കിൽ NH-66 പൊളിയുന്നത് പോലെ പൊളിയും, ഉറപ്പായും പൊളിയും. സോ ഇറ്റ് ടേക്സ് ടൈം. നിങ്ങൾ അടുത്ത് നിൽക്കുന്നവരോട് ഇതെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പം നെറ്റ് വേണം, കുക്ക് ചെയ്തോ നെറ്റ് എടുത്തോ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക. ദയവ് ചെയ്ത് അപ്പ അമ്മേ അല്ലെങ്കിൽ അങ്കിൾ ആൻറ്റി അല്ലെങ്കിൽ കാമുക കാമുകി ഇത് മനസ്സിലാക്കുക. ഇതിന് സമയമെടുക്കും. ഓക്കെ, ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ദെൻ മാസ്റ്ററി റിക്വയർസ് റിപ്പീറ്റഡ് എക്സ്പോഷർ, നോട്ട് എ സിംഗിൾ റീഡിങ്. നമ്മുടെ വീക്ക്നെസ് എന്താണ് എക്സ്പോസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്ക്നെസ് എക്സ്പോസ്ഡ് ആവുന്ന കണ്ടീഷനിൽ പോയി പെടണം, അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റൂ. ആ വീക്ക്നെസ്സിനെ കവർ ചെയ്ത് നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റൂ. സോ യുവർ മാസ്റ്ററി റിക്വയർസ് റിപ്പീറ്റഡ് എക്സ്പോഷർ. അതിന് സമയമെടുക്കും, സമയമെടുത്തേ ഒക്കൂ. ഓക്കെ, സോ ദിസ് ഈസ് ദ ലേണിംഗ് പിരമിഡ്. റീഡിങ്, വാച്ചിങ്, സോൾവിങ്, റിവൈസിങ്, ടീച്ചിങ് യുവർ സെൽഫ്. Reading the concept, or reading the books, or reading the notes which we have provided. Then watching our app class. Then solving problems. Solving problems എന്ന് പറയുമ്പോൾ there your examinations are included, your live classes are included. എല്ലാ ദിവസവും നിങ്ങൾക്ക് 2 മണിക്കൂർ വെച്ച് ലൈവ് ക്ലാസ് വരുന്നുണ്ടല്ലോ, അതൊക്കെ ഇവിടെ പെടുന്നതാണ്. നിങ്ങളുടെ 3ാമത്തെ സ്റ്റേജാണ്. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഞാൻ നിങ്ങളോട് ലൈവ് ക്ലാസ്സിൽ പറയുന്നത് നാളെ വരുമ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് വരണം. അപ്പോൾ ആ നാളെ വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് വരണമെന്ന് ഉദ്ദേശിക്കുന്നത് യു ഹാവ് ടു റീഡ്, യു ഹാവ് ടു വാച്ച് ആൻഡ് ദെൻ കം. ദെൻ വി വിൽ സോൾവ് പ്രോബ്ലംസ്. ഓക്കെ, ദെൻ ദ 5th one ഈസ് റിവൈസിങ്. നിങ്ങൾക്ക് എക്സാം വരും. എക്സാം വരുമ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യും. എക്സാമിന് ശേഷം ക്യുമുലേറ്റീവ് എക്സാം വരും, വീണ്ടും റിവൈസ് ചെയ്യും. നിങ്ങളോട് റിവൈസ് ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾ റിവൈസ് ചെയ്യില്ലാത്തത് കൊണ്ടാണ് നമ്മൾ എക്സാമിൻ്റെ രൂപത്തിൽ നിങ്ങളെ ഫോഴ്സ്ഫുള്ളി റിവൈസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ യു ഹാവ് ടു ടീച്ച് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ പഠിപ്പിക്കുക, എങ്കിലേ പഠനം ആനന്ദകരമാവൂ. അല്ലാതെ പഠിച്ചിട്ട് ഇവിടം വെച്ച് നിർത്തി അടച്ചു പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം വേക്കൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ഭാഗം വേക്കൻ്റ് ആയി കിടക്കുന്നിടത്തോളം കാലം നമുക്ക് പുതിയൊരു കാര്യം പഠിക്കാനോ പുതിയൊരു രീതിയിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചെയ്യാനോ പറ്റില്ല. ഓക്കെ, സോ ഫോളോ ദീസ് 5 steps. Then watching lectures is only the beginning, and real preparation happens when you solve, when you analyze and revisit the concepts. Solve, analyze and revisit. Okay, വെറുതെ ആപ്പിലെ ക്ലാസ് എടുത്തു 150 ഭാഗമുള്ള ക്വാണ്ടം മെക്കാനിക്സ് ആദ്യം മുതൽ അവസാനം വരെ കണ്ടു. ആർക്ക് ഗുണം? സോ പ്രോബ്ലം സോൾവ് ചെയ്യണം, പഠിക്കണം, വീണ്ടും സോൾവ് ചെയ്യണം, എക്സാമുകൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ദെൻ സോ ഇതാണ്. ഇവിടെ ജൂലൈ വന്നു, ജൂലൈ എത്തി അല്ലേ? ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്കും എക്സാമിൻ്റെ ഒരാഴ്ചയോ 1.5 ആഴ്ച മുമ്പിലായിരിക്കും നിങ്ങൾ കാണുക. സോ ഡു ദിസ് ആൻഡ് പ്ലീസ് ഡോണ്ട് ഡു ദിസ്. ജൂലൈ എക്സാം എഴുതുന്നവർ ശ്രദ്ധിക്കുക, പ്ലീസ് ഡു റിവൈസ് ദ സ്ട്രോങ് കോൺസെപ്റ്റ്സ്. യുവർ സ്ട്രോങ് കോൺസെപ്റ്റ് ഏതൊക്കെയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും, അത് റിവൈസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. ദെൻ അറ്റംപ്റ്റ് മോക്ക് ടെസ്റ്റ്. എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ എഴുതുക. ഈ മോക്ക് ടെസ്റ്റ് എഴുതിയാൽ കള്ളി വെളിച്ചത്താകും എന്ന് കരുതിയിരിക്കുന്നവർ അവസാനം കള്ളി വെളിച്ചത്താകുന്ന അവസാനത്തെ എക്സാമിനായിരിക്കും. സോ അതുകൊണ്ട് മോക്ക് ടെസ്റ്റുകൾ പരമാവധി എഴുതുക. ദെൻ സ്ട്രെങ്തൻ യുവർ ഫണ്ടമെന്റൽസ്. ഓക്കെ, പ്ലീസ് ഡോണ്ട് സ്റ്റാർട്ട് 5. ഞാൻ 5 എന്ന് പറഞ്ഞ് 6 തുടങ്ങിയാലോ എന്നൊന്നും വിചാരിച്ചേക്കരുത്. ഒരു പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഗോൾസ്റ്റീൻ്റെ ക്ലാസിക്കൽ മെക്കാനിക്സ് ഒന്ന് വായിക്കാൻ എനിക്ക് തോന്നുന്നു. തോന്നലും കൊണ്ട് നടക്കത്തേ ഉള്ളൂ, തീരത്തില്ല, കാര്യം കൈവിട്ടു പോകും. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ദെൻ യു ഡു നോട്ട് മെമ്മറൈസ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ്. ഇതൊന്ന് കാണാൻ പഠിച്ചിട്ട് പോയി കളയാം. കാണാൻ പഠിക്കുന്ന ഈ തല കിടക്കും, അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ദെൻ
ഡു നോട്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. ആണ്ടെ അവൻ അവൾ ഇത്തവണ ഫസ്റ്റ് വന്നു, എനിക്കെന്തുകൊണ്ട് വരാൻ പറ്റുന്നില്ല. നമ്മൾ ഇത് തന്നെ 24 മണിക്കൂറും മനസ്സിലിട്ട് ചിന്തിച്ച് അയാളോടുള്ളൊരു പക അല്ലെങ്കിൽ ഒരു അസൂയയായിട്ട് ഇതിങ്ങനെ വളരും. അസൂയ വളർന്ന് നമ്മളെ തന്നെ തിന്നും. അങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് അസൂയ എന്ന് പറയുന്ന ഏറ്റവും വലിയ തിന്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെറുതെ അസൂയ വളർത്താമെന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് നമുക്കോ അവർക്കോ ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. സോ ഡു നോട്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവുക. ഓക്കെ. സോ ഡു നോട്ട് സ്റ്റഡി വിതൗട്ട് എ പ്ലാൻ. പ്ലാനൊക്കെ നമ്മൾ എല്ലാം ടൈം ടേബിളിൻ്റെ രൂപത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക. ഓക്കെ. ദെൻ നൗ തിങ്ക് അബൌട്ട് യുവർ ഡിസംബർ എക്സാമിനേഷൻ. സോ ഡിസംബർ അല്ലേ എന്ന് കരുതി നിങ്ങൾ ആശ്വസിക്കുകയൊന്നും വേണ്ട. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 4 മാസം കഴിയുമ്പോൾ ഡിസംബറിങ് എത്തി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡിസംബർ ഒത്തിരി ദൂരത്ത്, കയ്യെത്താത്ത ദൂരത്തൊന്നുമല്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഡിസംബർ എക്സാമിങ് വരും. സോ അതെ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ. ഇത് തന്നെ പറഞ്ഞത് തന്നെ. മനസ്സിലാകുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് മാസത്തിൻ്റെ ക്രമം അറിയത്തില്ലാഞ്ഞിട്ട് എഴുതിയതൊന്നുമല്ല. വളരെ ഫാസ്റ്റായിട്ട് സാധനങ്ങൾ മൂവ് ചെയ്യും. ഓക്കെ. സോ ദിസ് ഈസ് ദ പ്രിപ്പറേഷൻ വിൻഡോ ദാറ്റ് അലൗസ് യു ടു ബിൽഡ് കോൺസെപ്റ്റ് സിസ്റ്റമാറ്റിക്കലി ഇൻസ്റ്റെഡ് ഓഫ് റഷിംഗ്. സോ എല്ലാം കൂടെ വാരി വലിച്ചിട്ട് കൂട്ടപ്പൊരിച്ചിൽ നടത്തുന്നതിനേക്കാളും നമുക്ക് എളുപ്പം ഇപ്പോഴേ സ്ട്രാറ്റജിക്കായിട്ട്, സിസ്റ്റമാറ്റിക്കായിട്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ചു തുടങ്ങുന്നതാണ്. പഠിച്ചു തുടങ്ങാൻ ഇനി മുഹൂർത്തം കുറിക്കാൻ ഒരിടത്തും പോകണ്ട, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ. ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ട്, ജൂലൈയിൽ എക്സാം എഴുതി കഴിഞ്ഞ് ഞാനൊരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ ഒന്ന് പോയി തിരിച്ചു വന്ന് പിന്നെ ട്രിപ്പിന് മാത്രമേ സമയം കാണൂ. അതുകൊണ്ട് പഠിച്ചു തുടങ്ങേണ്ടത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഓക്കെ. സോ വൈ എ ലോങ് ടേം ബാച്ച് മാറ്റേഴ്സ്. എന്തുകൊണ്ടാണ് ലോങ് ടേം ബാച്ച് ഉപകാരപ്പെടുക? സോ നമ്മൾ ആദ്യത്തെ കുറച്ച് സമയം വി വിൽ ബി ഫോക്കസിങ് ഓൺ ഫൗണ്ടേഷൻസ്. ദെൻ വി വിൽ നെക്സ്റ്റ് ഫോക്കസ് ഓൺ ദി കോർ കോൺസെപ്റ്റ്സ് ഓരോ പേപ്പറിൻ്റെയും കേട്ടോ. Then we will move on to advanced applications in that paper, and then we will move to previous year questions, and then various mock tests, and final weeks we will be focusing completely on revision. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. നടുക്ക് വെച്ചാണ് ജോയിൻ ചെയ്യുന്നതെങ്കിലോ ഇവിടം വരെ താഴേക്കേ കിട്ടൂ. ആദ്യത്തെ 2 ഭാഗങ്ങൾ വേക്കൻ്റ് ആണ്. പിന്നെ പഠിക്കാം, പിന്നെ അപ്പം പഠിക്കും, സമയമില്ല. സോ join from here onwards. Clear? So success in CSIR is built layer by layer, not overnight. നേരെ ഇരുട്ടി വിളക്കുമ്പോൾ CSIR ഫിസിക്സ് 2ാം റാങ്ക് നേടിയ ആൾ എന്ന് പറഞ്ഞ് നിങ്ങളുടെ പടപത്രത്തിൽ വരില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് യു ഹാവ് ടു ടോയിൽ. ഓക്കെ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയമുണ്ടാവൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യവും നിങ്ങൾ ഓർത്തു വെക്കുക. സോ what makes our long term batch different? എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ? സോ കംപ്ലീറ്റ് കോൺസെപ്റ്റ് ബേസ്ഡ് കവറേജ്. കംപ്ലീറ്റ് സിലബസ് കവറേജ് എന്ന് പറഞ്ഞിട്ടില്ല, കംപ്ലീറ്റ് കോൺസെപ്റ്റ് ബേസ്ഡ് കവറേജ്. നമ്മൾ ഏറ്റവും ഗ്രാവിറ്റി ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ദെൻ മാത്തമാറ്റിക്സ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് ഫിസിക്സ്. എൻ്റെ ക്ലാസ് കൂടിയിട്ടുള്ളവർക്ക് അറിയാം, നമുക്ക് മാത്തമാറ്റിക്സ് അറിയത്തില്ലെങ്കിൽ ഞാൻ അവരെ നല്ലപോലെ മാത്തമാറ്റിക്സ് പഠിക്കാൻ പ്രഷർ ചെയ്യാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ മാത്തമാറ്റിക്സ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് ഫിസിക്സ് കോൺസെപ്റ്റ്സ്, അതാണ് നമ്മുടെ ക്ലാസ്. ദെൻ ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നമ്മൾ ലൈവ് ക്ലാസ്സുകളിലും നോട്ടിലും നിങ്ങളുടെ എക്സാമുകളിലും എല്ലാമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ സോൾവ് ചെയ്ത് തീർക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ സോൾവ് ചെയ്ത് തീർക്കുന്നുണ്ട്. അറിയാവുന്നവർ അത് ചെയ്യുന്നു, അറിയത്തില്ലാത്തവർ ബ്ലൈൻഡായിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നു. ഓക്കെ. ദെൻ വീക്ക്ലി അസൈൻമെൻറ്റ്സ്, റെഗുലർ ടെസ്റ്റ്, ബുധനാഴ്ചയും ശനിയാഴ്ചയും എന്നും ടെസ്റ്റുകളുണ്ട്. ദെൻ റിവിഷൻ സെഷൻസ് ആർ ദെയർ, സ്ട്രാറ്റജി ലൈവ് ക്ലാസ്സസ് ആർ ദെയർ. എല്ലാ ദിവസവും 2 മണിക്കൂറിലധികം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ലഭിക്കുന്നു. ദെൻ ഡൗട്ട് സപ്പോർട്ട്, എക്സാം ഓറിയൻറ്റഡ് ഷോർട്ട് കട്ട്സ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകളിലുള്ളത്. ഇത് മതി, ധാരാളമാണ് നിങ്ങൾക്ക്. ഈ റിസോഴ്സസ് ഒക്കെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും JRF കിട്ടും, യാതൊരു സംശയവും വേണ്ട.
ആദ്യം മുതൽ അവസാനം വരെ ഒരേ തീവ്രതയോടെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും JRF നേടാം. സോ വി ഡോണ്ട് ജസ്റ്റ് ഫിനിഷ് ദ സിലബസ് ആൻഡ് വി ഹെൽപ്പ് യു ടു ബിൽഡ് ലാസ്റ്റിംഗ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ചുമ്മാ കാര്യങ്ങൾ തീർന്നു, ഇന്നുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സ് തീർന്നു എന്ന് പ്രൊക്ലെയിം ചെയ്യാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷേ ഇഷ്ടമില്ലാതിരിക്കുന്ന ഒരു വിഷയത്തെ ഇഷ്ടമാക്കുന്ന ഒരു രീതി, അതാണ് നമ്മുടേത്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ പലർക്കും ഇഷ്ടമില്ല, കോളേജിൽ പഠിക്കുന്ന സമയത്ത് പഠിപ്പിച്ച് വേർപ്പിച്ച സാധനമായിരിക്കും. പക്ഷേ അതൊക്കെ നമ്മൾ ഒന്ന് ഡീൽ ചെയ്ത് കഴിയുമ്പോൾ അത് അവർക്ക് ഇഷ്ടമാകും. ആ ഒരു രീതിയാണ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദി ജൂലൈ എക്സാം ക്യാൻ സ്റ്റിൽ ബി എ വാല്യുബിൾ ലേണിംഗ് എക്സ്പീരിയൻസ്. ഓർത്തോണം കേട്ടോ, എഴുതാതിരിക്കരുത്. ജൂലൈയിലെ എക്സാമിന് വേണ്ടി ഞാൻ പഠിച്ചിട്ടില്ല എന്ന് കരുതി എഴുതാതിരിക്കരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു അറ്റ്മോസ്ഫിയർ എങ്കിലും ഒന്ന് പരിചയപ്പെടാം. അല്ല ആദ്യമായിട്ട് പോയി കമ്പ്യൂട്ടർ ലാബിലൊക്കെ കയറി എക്സാമൊക്കെ എഴുതാൻ പോകുന്നു. ഇറ്റ് വിൽ ബി സ്ട്രെസ്ഫുൾ മൊമെൻറ്റ്. സോ ആ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റാം അടുത്ത ഡിസംബറിന് മുമ്പ്. സോ ഇറ്റ് ക്യാൻ ബി എ ലേണിംഗ് എക്സ്പീരിയൻസ്. സോ ബട്ട് ഇഫ് യുവർ ഗോൾ ഈസ് ടു ക്വാളിഫൈ കോൺഫിഡൻ്റ്ലി ഓർ എയിം ഫോർ JRF, സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ ഡിസംബർ വിത്ത് എ സ്ട്രക്ചേർഡ് പ്ലാൻ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു പ്രധാന എയിം. സോ ജൂലൈയിലെ എക്സാം നിങ്ങളെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനായിട്ട്, നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട്, അറ്റ്മോസ്ഫിയർ ഒന്ന് ഫെമിലിയറൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ദെൻ ഡിസംബറിലെ എക്സാമിന് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ജൂലൈയിലെ എക്സാമിന് പഠിക്കാത്തവർക്ക് വേണ്ടി, ജൂലൈയിലെ എക്സാം നന്നായിട്ട് പഠിച്ചവർക്ക് വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്. ഓക്കെ, സോ ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് വാസ് മന്ത്സ് എഗോ. കഴിഞ്ഞ ജനുവരി മുതൽ പഠിക്കാമായിരുന്നു, നടന്നില്ല, ചെയ്തില്ല, സമയം കിട്ടിയില്ല, സാഹചര്യം കൊണ്ട് പറ്റിയില്ല. ഇറ്റ്സ് ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം ഈസ് ടുഡേ. നിങ്ങൾ ഇനി താമസിക്കാതെ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ 180 days ബാച്ച് ആരംഭിച്ചിരിക്കുന്നു. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ നമ്മൾ മുമ്പേ ഫീച്ചേഴ്സ് എല്ലാം പറഞ്ഞു, എന്തൊക്കെയാണ് നമ്മൾ ക്ലാസ്സുകളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമെല്ലാം നമ്മൾ പറഞ്ഞു. സോ അത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ക്ലാസ് വളരെ എഫക്റ്റീവായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായി നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി ഡെലിവർ ചെയ്തിരിക്കും. സോ നിങ്ങളെല്ലാവരെയും നമ്മുടെ ലോങ് ടൈം ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജൂലൈയിലെ എക്സാം നിങ്ങൾക്ക് നല്ല ഒരു എക്സാമായി മാറട്ടെ, നല്ല വിജയം ഉണ്ടാവട്ടെ. ജൂലൈയിലെ എക്സാമിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്ക് വേണ്ടി. ഇനി ജൂലൈയിലെ എക്സാം നന്നായിട്ട് പഠിക്കാത്തവർക്ക് ഈ ഡിസംബറിലെ എക്സാം നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറട്ടെ. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വി വിൽ സീ യു with another video. Thank you.